നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 16/5/2026 ശനിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം ബോർഡ് വില RSS സ്പോക്കിൽ 262, RSS സ്പൈക്കിൽ 258, ISN20 211, ലാറ്റക്സ് 60% ആക്സിൽ 162.75 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS സ്പോക്കിൽ 262, RSS സ്പൈക്കിൽ 258. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയിൽ ഒട്ടുപാൽ കിലോ 157, 60% DRCയിൽ ഒട്ടുപാൽ കിലോ 117.75 പൈസ. ഇനി വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS സ്പോക്കിൽ 280.4 പൈസ, RSS സ്പൈക്കിൽ 279.59 പൈസ. അഗർത്തല വില നോക്കുമ്പോൾ RSS സ്പോക്കിൽ 250, RSS സ്പൈക്കിൽ 247. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ ലൂസ് 252, ലോട്ട് 210 മുതൽ 215 രൂപ. ഇനി കർണാടക വില നോക്കുമ്പോൾ RSS 3 258.50 പൈസ, RSS 4 258, RSS 5 251, ലോട്ട് 217 മുതൽ 253 രൂപ. ഈ ഫീൽഡ് ലാറ്റക്സ് വ്യാപാരി വില 226 രൂപ, ഫാക്ടറി വില 236 രൂപ. 25% DRCയുള്ള 200 ലിറ്റർ ബാരന് 11,300 രൂപ. 30% DRCയുള്ള 200 ലിറ്റർ ബാരന് 13,560 രൂപ. 35% DRCയുള്ള 200 ലിറ്റർ ബാരന് 15,820 രൂപ. 40% DRCയുള്ള 200 ലിറ്റർ 11,080 രൂപ. ഇനി കേരളത്തിലെ വ്യാപാരികൾ നോക്കുമ്പോൾ വ്യാപാരിയില്ല. കോട്ടയം RSS സ്പോക്കിൽ 254, RSS സ്പൈക്കിൽ 250, ISN20 206 രൂപ 50 പൈസ മുതൽ 207 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ കിലോ 139 മുതൽ 152 രൂപ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. കേരളത്തിലെ റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ്, പക്ഷേ കർണാടക വിലയും കൂടി. ഈ കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റിന് 14,475, ഒരു പവന് 1,15,800. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 405 രൂപയും ഒരു പവൻ്റെ മുകളിൽ 3,240 രൂപയാണ് കുറഞ്ഞത്. തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ. കുരുമുളക് അൺകാറുള്ള കിലോ 707, കുരുമുളക് ആറുള്ള കിലോ 727, കുരുമുളക് പുതിയത് 697, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേലം 185, വെളിച്ചെണ്ണ ലിറ്റർ 380, കൊപ്ര എടുത്തപടി 147, പിണ്ണാക്ക് സ്പെലർ 37, റോട്ടറി 40, ഗ്രാമ്പു 810, നാടൻ ഗ്രാമ്പു 930, കാപ്പിക്കുരു കിൻഡൽ 35,800, നെല്ല് കിൻഡൽ 2,500, ജാതിക തൊണ്ടോടുകൂടി 300, കാഞ്ഞിരക്കുരു 1,850, അടയ്ക്ക പുതിയത് 390, പഴയത് 360. എന്തായാലും 102 സീറ്റുമായി അധികാരത്തിലേറുന്ന UDF മുഖ്യമന്ത്രിയായ സതീശൻ റോഡിലിറങ്ങുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി റോഡ് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. യാത്രയിൽ 3 വാഹനങ്ങൾ മാത്രം മതി. VIP സംസ്കാരത്തിന് തടയിടാൻ മുഖ്യമന്ത്രി VD സതീശൻ. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് അകമ്പടിയായി പൈലറ്റ്, എസ്കോർട്ട് വാഹനങ്ങൾ മാത്രം മതി. റോഡിൽ ജനങ്ങളുടെ വഴി തടയുന്നതെന്നും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. മുമ്പ് LDF സർക്കാർ തോൽക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ജനങ്ങളെ ബ്ലോക്ക് ചെയ്തുള്ള വഴിയാത്ര. ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരമാണെന്നാണ് പറയുന്നത് ഇങ്ങനെ വണ്ടികൾ കൂടുതൽ പോകുന്നത്. എന്തായാലും ഈ ഫാസ്റ്റ് യുഗത്തിൽ വണ്ടികളെ ബ്ലോക്ക് ചെയ്യുന്നത് തീരെ ശരിയായ കാര്യമല്ല. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ട് വളരെ നന്ദി.